പൊളിമങ്ങാത്ത അധിനിവേശ പോരാട്ട സമര ചരിത്രങ്ങളുടെ ഏടുകളിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട വണ്ടൂരിന്റെ മണ്ണ്. യുഗപ്രഭാവനായ മാപ്പിളപ്പാട്ട് കലാകാരൻ പുലിക്കോട്ടിൽ ഹൈദർ സാഹിബിന്റെ ഓർമ്മകൾ തുടികൊട്ടുന്ന നാട്. വണ്ടൂരിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് ആദ്യ ശിലപാകിയ വെള്ളക്കാട്ട് മനക്കൽ ചെറിയ നാരായണൻ ഭട്ടതിരിപ്പാട് ദീപശിഖയേന്തിയ ഭൂമിക. ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം വിളിച്ചോതുന്ന വണ്ടൂരിന്റെ പ്രഥമ ആതുരാലയമായ കരുണാലയയുടെ കഥകൾ ഉറങ്ങുന്ന മണ്ണ്. സാംസ്കാരിക പൈതൃകവും പാരമ്പര്യത്തിന്റെ തിരുശേഷിപ്പുകളുമായി നകാരയുടെ ശബ്ദം മുഴങ്ങുന്ന പള്ളിക്കുന്നിലെ പ്രസിദ്ധമായ ആരാധനാലയവും പുരാതനമായ വണ്ടൂരിലെ ശിവക്ഷേത്രവും വാണിയമ്പലം സെന്റ് മേരീസ് ചർച്ചും ഈ നാടിന്റെ മതസാംസ്കാരിക പൈതൃകത്തെ വിളക്കിച്ചേർക്കുന്നു. ജില്ലയിലെ വിദ്യാഭ്യാസ, വാണിജ്യ, കലാകായിക മേഖലയുടെ സ്ഥിരാകേന്ദ്രമാണ് വണ്ടൂർ. ഏറനാട്, നിലമ്പൂർ എന്നീ താലൂക്കുകളിലെ 6 പഞ്ചായത്തുകളായ തൃക്കലങ്ങോട്, മമ്പാട്, പോരൂർ, വണ്ടൂർ, തിരുവാലി, പാണ്ടിക്കാട് എന്നിവ ഉൾപ്പെടുന്ന വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത്. സത്യവും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും മമ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. സത്യവും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും മമ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം.
ഫസ്റ്റ് കളക്ഷൻ ആ മാസം പുതിയത് കളക്ട് ചെയ്തവരുടെ എന്നും ഫസ്റ്റും സെക്കൻഡും നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്രാവശ്യത്തെ ഫസ്റ്റ് വന്നിരിക്കുന്നത് പ്രസന്നകുമാരി 35,000. സെക്കൻഡ് വന്നത് രഞ്ജിനി ദേവി 32,500. പിന്നെ ഈ യോഗത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാ ഏജന്റുമാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിന്റെ അനുമതിയുടെ ഈ യോഗം അവസാനിച്ചതായിട്ട് പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ഗംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലധി തരംഗ തവ ശുഭ നാമേ ജാഗേ तव शुभ आशीष मांगे गावे तव जय गाथा जन गण मंगल दानवेक जय हे भारत भाग्य विधाता जय 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 ദേശീയ സമ്പാദ്യ പദ്ധതിയുടെ പിന്നെ ആദ്യകാല രൂപവും അത് മാറി ഇപ്പോൾ പുതിയ എന്താ പറയുക ട്രെൻഡ് നമുക്കറിയാം. ഗൂഗിൾ പേ വഴി ജസ്റ്റ് ഇപ്പോൾ വീടുകൾ കൂടി പോകേണ്ട ഒരു ആവശ്യം വരാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ആദ്യകാല അനുഭവം എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ പിന്നെ മുൻകാല അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനുള്ള ഒരു പിന്നെ വേദിയാണ്. ഇപ്പോൾ ചേച്ചി നിങ്ങളെ ഒരു പിന്നെ അനുഭവം ഒന്ന് പറയും, പഴയകാലവും ഇപ്പോഴും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ 1988 ഏജൻസി എടുക്കുന്നത്. ആ സമയത്തൊക്കെ ഓരോ വീടുകളിൽ നിന്നും 10 രൂപ വീതമായിരുന്നു കലക്ഷനൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. 10, 20, 50, 100 അങ്ങനെയുള്ള അതിലേറെ ഒരു എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഷെഡ്യൂൾ അടയ്ക്കുമ്പോൾ തന്നെ ഒരു 1000 രൂപ പോലും എത്തൂല. ഒരു ഷെഡ്യൂൾ അടയ്ക്കണമെങ്കിൽ 1000 രൂപ വരെ ഉണ്ടാവില്ല. പിന്നെ ഏറ്റവും കൂടുതൽ കലക്ഷൻ എന്നൊക്കെ പറയാം 4000, 5000 രൂപയാവും ഒരു ബ്ലോക്കിൽ നമുക്ക് ഫസ്റ്റിലുള്ള കലക്ഷൻ. കൂടുതൽ കലക്ഷൻ ഇപ്പോൾ ലക്ഷങ്ങൾ 8-10 ലക്ഷങ്ങൾ നമ്മൾ കളക്ട് ചെയ്ത് ഒരു മാസം കലക്ഷൻ ഉണ്ടെങ്കിൽ അന്നൊരു 5000 പിന്നെ 6000 രൂപ നമുക്ക് മന്ത്ലി കലക്ഷൻ ഉണ്ടാവും. ഞാൻ 92 ഏജന്റാണ്. അന്ന് കാലത്ത് പറയുകയാണെങ്കിൽ നമുക്ക് നടന്നു പോയി കലക്ഷൻ എടുക്കണം. ഒരു മാസം എല്ലാ വീട്ടിലും കൂടെ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പോഴാണെങ്കിൽ സ്കൂട്ടിയായി നമ്മൾ സുഖമായിട്ട് കലക്ഷൻ എടുക്കണു പോയിരുന്നു. പിന്നെ അത് മാത്രമല്ല ഫോണ് വന്നതിനെ കൊണ്ട് നമുക്ക് ഒരു വീട്ടിൽ ചെന്നു അവിടെ ആളെ കണ്ടില്ല. അപ്പം നമുക്ക് അവരെവിടെയെന്നുള്ളത് നമുക്ക് ഫോണിൽ വിളിച്ചിട്ട് ചോദിക്കാം. അപ്പം അവർ ഞാൻ ഗൂഗിൾ പേ ചെയ്തു തരാമെന്ന് പറയും. അപ്പം അങ്ങനെ പൈസ അങ്ങനെ നമുക്ക് കിട്ടും. മറ്റത് നമ്മൾ നടന്നു പോയി തന്നെ കലക്ഷൻ എടുത്ത് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. മഴ ആയാലും വെയിലായാലും നമ്മൾ പോയി തന്നെ കൊണ്ടുവരേണ്ട ആ രീതിയായിരുന്നു. ഇപ്പോൾ നിലവിലുള്ള ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ എല്ലാ മാസം ഷെഡ്യൂളും ചെയ്യണമല്ലോ. അതിപ്പോൾ എന്താ വെച്ചാൽ മിക്കവാറും അപ്പോൾ അത് ഡിജിറ്റൽ ഫോമിലേക്ക് മാറി. അതുകൊണ്ട് ഒരുപാട് ഉണ്ട്. പഴയ കാലത്ത് അതിൻ്റെ ഒരു അനുഭവം എന്താണ്? അന്നത്തെ കാലത്ത് എങ്ങനെയാ വെച്ചാൽ ഷെഡ്യൂൾ നമ്മൾ കൈകൊണ്ട് എഴുതുമായിരുന്നു. 6 കോപ്പിയിൽ നമ്മൾ കാർബൺ പേപ്പർ വെച്ചിട്ട് എഴുതിയിട്ടായിരുന്നു ഷെഡ്യൂൾ അടച്ചിരുന്നത്. അപ്പോൾ അത് പോയിട്ട് ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ നമുക്ക് വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, നമുക്കത് പ്രിന്റ് വരും. അപ്പോൾ അതൊക്കെ വളരെ സൗകര്യപ്രദമായിട്ടാണ് ഇന്ന് നമ്മൾ കൊണ്ടു നടക്കുന്നത് ഈ ജോലി. ഇന്ന് നമ്മോടൊപ്പം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ RD ഏജന്റുമാരിൽ ഏറ്റവും പ്രായം കൂടിയ RD ഏജന്റായിട്ടുള്ള ജയപാൽ ചേച്ചിയാണ്. ജയപാൽ ചേച്ചി, നമ്മോട് ഈ RD ഏജൻസി ജീവിതത്തിനിടയിൽ RD ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ RD ഏജൻസി ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവം അത് നിങ്ങളൊന്ന് പങ്കുവെക്കും. ഞാൻ വണ്ടൂരിന് കുടിയേക്കോട് കളക്ഷന് പോണ സമയത്താണ് ഒരു ലോറിയും ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ച് ബസ് തലകീഴായി മാറിയത്. ആ സമയത്ത് ആരും കാഴ്ചക്കാരില്ലായിരുന്നു. പെട്ടെന്ന് ഞാൻ മാത്രമേ അവിടെ ഉള്ളൂ. പിന്നീടാണ് ആൾക്കാരില്ലാതെ ഓടിയത്. ഞാനങ്ങനെ ഈ ആൾക്കാരൊക്കെ വാരി എടുക്കാനും എല്ലാറ്റിനും പോയി എൻ്റെ ബാഗ് അവിടെ ഒരു വശത്ത് വെച്ച് ഓടി. പക്ഷെ എല്ലാവരും പോസ്റ്റ് ഓഫീസിന്റെ ബാഗ് പറഞ്ഞിട്ട് ബാഗും ചെരുപ്പും എന്റെ ചെരുപ്പും ബാഗും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അത് സൂക്ഷിച്ച് അവിടെ
നിൽക്കണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അത്രമാത്രം നിങ്ങൾ അവിടെ ആ നാട്ടില് പിന്നെ ഏജന്റ് എന്നുള്ള നിലയ്ക്ക് എല്ലാവരും അറിയുന്ന ആളാണ്. അപ്പൊ എന്റെ ബാഗിലെ പൈസ ഒരാളായിട്ടല്ല, എല്ലാവരും കൂടി കാത്തു നിൽക്കുകയായിരുന്നു. ഗ്രാമീണ ജനങ്ങൾക്കിടയിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനും സ്ത്രീ ശാക്തീകരണത്തിനും വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള പദ്ധതിയാണ് ദേശീയ സമ്പാദ്യ പദ്ധതി. ജനങ്ങൾക്കിടയിൽ മിതവായം ശീലമാക്കുന്നതിനും സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും ഇത്തരം പദ്ധതികൾ അത്യന്താപേക്ഷിതമാണ്. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ ഏകദേശം 47ഓളം മഹിളാ പ്രധാൻ ഏജന്റുമാര് ഈ പദ്ധതിക്ക് കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഒരു സംഗമം 12 വർഷത്തിന് ശേഷമുള്ള ഒരു സംഗമം മലപ്പുറം ജില്ലാ തലത്തിൽ നടക്കുകയാണ്. ഈ പദ്ധതിക്ക് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. വണ്ടൂർ ബ്ലോക്കിന്റെ പരിധിയിലുള്ള MBKY ഏജന്റുമാരുടെ അവരുടെ ജില്ലാതല സംഗമം മെയ് മാസം 12-ാം തീയതി മലപ്പുറത്ത് വെച്ച് നടക്കുകയാണ്. വണ്ടൂർ ബ്ലോക്കിൽ പരിധിയിലുള്ള ഈ ഏജന്റുമാർ ഈ പ്രദേശത്തുള്ള സ്ത്രീ ശാക്തീകരണത്തിന് തന്നെ വലിയൊരു വഴികാട്ടി എന്ന സംശയമില്ല. അതുകൊണ്ട് ഇവരുടെ മീറ്റിങ്ങും ചരിത്രത്തിൽ രേഖപ്പെടുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവരുടെ സംഗമത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എന്ന നിലയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. പാവങ്ങളിൽ പാവങ്ങളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ സമ്പാദ്യശീലം വളർത്താനും അതുവഴി അവരുടെ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ദേശീയ സമ്പാദ്യ പദ്ധതി. അതിൻ്റെ ഏജന്റുമാർ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ഏകദേശം 47 പേരുണ്ട്. അവരുടെ ജില്ലാതല സംഗമം ഈ മെയ് മാസം 12-ാം തീയതി മലപ്പുറത്ത് വെച്ച് നടത്തപ്പെടുകയാണ്. ഈ സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ വണ്ടൂർ ബ്ലോക്കിലെ കൺവീനർ പുഷ്കലയാണ്. ഒരു പതിറ്റാണ്ട് കാലത്തിന് ശേഷം നടക്കുന്ന ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റുമാരുടെ മലപ്പുറം ജില്ലാതല മീറ്റിംഗ് മെയ് 12-ന് റെയിൽവേ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റുമാരുടെ സംഗമത്തിന് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു.